തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. സലിം, ബെയിലിൻ ദാസ് 27-ാം തീയതി വരെ റിമാൻഡിലാണ്. പക്ഷേ ജാമ്യാപേക്ഷ അതിൽ ഇന്ന് വിധി വരുന്നു. രണ്ട് തരത്തിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് കൃത്യമായിട്ട് ഇയാൾക്കെതിരെ കുറ്റമുണ്ട്, കുറ്റം ചുമത്തണം എന്നുള്ളതാണ്. പക്ഷേ കോടതിക്കുള്ളിൽ അല്ലെങ്കിൽ ഓഫീസിനുള്ളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇത്തരത്തിൽ ഈ പറയുന്ന ഗുരുതരമായ കുറ്റങ്ങൾ താൻ ചെയ്തിട്ടില്ലെന്ന് പ്രതി പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാകും, ഇന്ന് എപ്പോഴാണ് ഈ കേസിന്റെ വിധി വരിക? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ കേസിൽ വിധി പറയുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടത് അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ വാദമാണ്. ഒരു ജാമ്യാപേക്ഷയിന്മേൽ 2 ദിവസം പൂർണ്ണമായി എടുത്ത് വാദം കേൾക്കുക മാത്രമായിരുന്നു കോടതി ചെയ്തത്. വെള്ളിയാഴ്ച ഏറെക്കുറെ പൂർണ്ണമായി വാദം കേട്ട് ശനിയാഴ്ച വിധി പറയുമെന്ന് കരുതിയതാണ്. പക്ഷേ ശനിയാഴ്ചയും കോടതി വാദം കേൾക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട്. യുവ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ കേസ്. ആ കേസിൽ ഇത്രയധികം വാദം കേൾക്കാനുള്ള സാഹചര്യം തന്നെ അതൊരു അഭിഭാഷകൻ, ഈ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്നൊരു അഭിഭാഷകൻ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തു എന്ന നിലയിലാണ് ആ വാദം നടന്നത്. അതേസമയം പ്രതിഭാഗം പറയുന്നത് ഏതെങ്കിലും നിലയിലൊരു ക്രൂരമായ അക്രമമോ കരുതിക്കൂട്ടിയുള്ള അക്രമമോ ഉണ്ടായിട്ടില്ല. അതിന് പകരം പരസ്പരമുള്ള മർദ്ദനമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഏതെങ്കിലും നിലയിലുള്ള വ്യക്തിവൈരാഗ്യമല്ല. ഓഫീസിലെ 2 പേർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു സീനിയർ എന്ന നിലയിൽ ഇടപെടുക മാത്രമാണ് ബെയിലിൻ ദാസ് ചെയ്തത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. അതിനിടയിൽ തനിക്കാണ് ആദ്യം പരുക്കേറ്റത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതേസമയം പ്രോസിക്യൂഷൻ പറയുന്നത് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. അതിന് കാരണം ഒന്ന്, നിയമത്തെക്കുറിച്ച് ഇത്രയധികം പരിജ്ഞാനമുള്ള വ്യക്തിയാണത്. നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ ഈ നിലയിൽ പെരുമാറുന്ന സമൂഹത്തിനും മോശം സന്ദേശം നൽകും. ഒപ്പം തന്നെ ഇനി സാക്ഷികളെ, സ്വന്തം ഓഫീസിലുള്ള സാക്ഷികളെ പോലും സ്വാധീനിക്കാൻ നിലവിൽ പ്രതിക്ക് കഴിയും. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വിശദമായ 2 ദിവസത്തെ വാദമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് കേട്ടത്. ഇതിനിടയിൽ ഈ അഭിഭാഷകയെ പിന്തുണച്ചുകൊണ്ട്, യുവ അഭിഭാഷകയെ പിന്തുണച്ചുകൊണ്ടും ഒപ്പം തന്നെ പ്രതിയെ പിന്തുണച്ചുകൊണ്ടും ഈ അഭിഭാഷകരുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അത് ബാർ അസോസിയേഷനെതിരെ യുവ അഭിഭാഷക വാട്സാപ്പിൽ പോസ്റ്റ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ വിവിധ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ അഭിഭാഷകർക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ കേസിലെ വിധി എന്ത്, ഇതിൽ ജാമ്യം ലഭിക്കുമോ, ബെയിലിൻ ദാസിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. അതിനിടെ 27 വരെ, നിലവിൽ ഈ മാസം 27 വരെ റിമാൻഡ് കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കുമോ എന്നുള്ള കാര്യത്തിലും നമ്മൾ കാത്തിരിക്കും. അത് നിയമപരമായി കൂടി ആ കേസിന് ആ നിലയിലൊരു കൗതുകമുണ്ട് എന്നുള്ളത് കൂടി കൊണ്ടാണ് അത്തരത്തിൽ കാത്തിരിക്കുന്നത്. എന്തായാലും തനിക്ക് നീതി നടപ്പായി എന്നൊരു നിലപാടാണ് ഇപ്പോൾ യുവ അഭിഭാഷക, മർദ്ദനമേറ്റ യുവ അഭിഭാഷക സ്വീകരിച്ചിരിക്കുന്നത്. സ്മിത, പ്രവിത. സലിം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.